ഹലോ ചങ്ങായിമാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഓണസദ്യയിലെ ഫസ്റ്റ് വിഭവമായിട്ടുള്ള പരിപ്പ് കറിയാണ്. എല്ലാവരും വിചാരിക്കും ഭയങ്കര പാടാണെന്ന്, പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ പരിപ്പാണ്. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പീര വേണം, കുറച്ച് ജീരകം, പിന്നെ 2 വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക്. പിന്നീട് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ മെയിനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ആ പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാത്ത രീതിയിൽ വറുത്തെടുക്കണം. നമുക്കിതിനകത്തുനിന്ന് ഒരു സ്മെല്ല് വരും, അതായത് നമ്മളിത് ഫ്രൈ ആകുമ്പോഴത്തേക്കുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാത്രത്തിലിരുന്ന് അതിൻ്റെ ചൂട് ഇച്ചിരി ഒന്ന് പോകണം. അതിൻ്റെ ആ ചൂടൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് നല്ലവണ്ണം കഴുകിയെടുക്കണം. കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കർ എടുക്കാം. ആ കുക്കറിലേക്ക് നമ്മൾ കഴുകിയെടുത്തിരിക്കുന്ന നമ്മുടെ പരിപ്പ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ളത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ പൂട്ടിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങാപ്പീരയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ആ അരച്ചെടുത്ത സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂടിയൊക്കെ തുറന്നൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത്രയുള്ള നമ്മുടെ പരിപ്പ് കറി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. അങ്ങനെ മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാകത്തിനാണ് നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ പരിപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടപ്പൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്ത അരപ്പിൻ്റെ ആ ഒരു പച്ചമണവും ഇതൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ ഇതൊക്കെ നല്ലോണം ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ആ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ പരിപ്പ് കറി പൂർണ്ണമാകുന്നത്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കാം. ആ തിളക്കുന്ന പരിപ്പ് കറിയിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ആ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ചൂടൊക്കെ കുറച്ച് ആറി കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇത്രയുള്ളൂ, നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. നമ്മുടെ ഓണത്തിൻ്റെ ഫസ്റ്റ് വിഭവം എന്ന് പറയുമ്പോൾ തന്നെ പരിപ്പ് കറിയാണ്. പരിപ്പ് കറി ഇല്ലാണ്ട് എന്തോണം. അപ്പം നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.